ഹായ്, നീറ്റ് 2025 റിസൾട്ട് അവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല വിധത്തിലുള്ള കോഴ്സുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നീറ്റ് 2025 എലിജിബിലിറ്റിയുടെ ബേസിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. MNS എന്ന് പറഞ്ഞ കോഴ്സ് നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ്, ദാറ്റ് ഈസ് മെയിൻലി കോളേജ് ഓഫ് നഴ്സിംഗ്, ആംഡ് ഫോഴ്സ് ബേസിലുള്ള കോളേജ് ഓഫ് നഴ്സിംഗിലാണ് നിങ്ങൾ MNSന്റെ കോഴ്സസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ശരിക്കും കഴിഞ്ഞ കൊല്ലത്തെ ബ്രോഷറാണ്. നിലവിൽ നീറ്റിന്റെ റിസൾട്ട്, നീറ്റ് 2025 റിസൾട്ടിന് ശേഷം മാത്രമേ പുതിയ ബ്രോഷർ അവർ ഇത് ചെയ്യത്തുള്ളൂ. സോ അതിനു മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് MNSനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നീറ്റ് 2025 റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിനു ശേഷം മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം joinindianarmy.nic.in JIA വെബ്സൈറ്റ് ആണ്. joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയാണ് നമ്മൾ ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് MNS അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർ അൺമാരിഡ്, ഡിവോഴ്സ്, ലീഗലി സെപ്പറേറ്റഡ് ഓർ വിഡോ വിത്തൗട്ട് എൻകംപ്രൻസസ് എന്നാണ് അവർ പറയുന്നത്. അതാണ് പ്രധാന എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ അതേപോലെ തന്നെ നീറ്റിന്റെ ദാറ്റ് ഈസ് അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. ശരിക്കും അത് പുതിയ ബ്രോഷർ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പർ ഏജ് ലിമിറ്റ് അവിടെ ശരിക്കും ഉണ്ട്. അതായത് ഒരു ലോവർ കട്ട് ഓഫും അപ്പർ കട്ട് ഓഫും അവർ നിർണ്ണയിക്കാറുണ്ട്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അത് നീറ്റിന്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി ഇത്രയും സബ്ജക്ട്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കോർ 50% അഗ്രിഗേറ്റിന് മുകളിലായിരിക്കണം എന്ന കാര്യവും അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ joinindianarmy.nic എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ നീറ്റ് സ്കോറിന്റെ ബേസിലാണ് എത്ര കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. സോ അതുകൊണ്ട് മാത്രം MNSലേക്കുള്ള നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാവില്ല. അതിനുശേഷം നിങ്ങൾ അവിടെ പോയിട്ട് ഈ പറഞ്ഞ ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ്, ജനറൽ ഇംഗ്ലീഷ്, TOGIGE എന്ന് പറയും. ജനറൽ ഇന്റലിജൻസും ജനറൽ ഇംഗ്ലീഷിന്റെയും ഒരു CBT ടെസ്റ്റ് ഉണ്ടായിരിക്കും. MCQs അടങ്ങുന്ന ടെസ്റ്റാണ്, നെഗറ്റീവ് മാർക്കൊക്കെ ഉള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റും ഇന്റർവ്യൂവും കാണും. ആ ഇന്റർവ്യൂ നിങ്ങൾ പാസ്സാക്കി അതിനുശേഷം മെഡിക്കൽ ഫിറ്റ്നസും നോക്കിയിട്ടാണ് നിങ്ങളുടെ അഡ്മിഷൻ ശരിക്കും എന്ത് ചെയ്യുന്നത്, MNSലേക്ക് അവിടെ നിർണ്ണയിക്കപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ വഴി വേണം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഇപ്പം നീറ്റ് 2025 എന്ത് വേണം, സ്കോർ വേണം. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് എലിജിബിലിറ്റി കണ്ടീഷൻ. രണ്ടാമത്തെ ഈ പറഞ്ഞ TOGIG എന്ന് പറഞ്ഞ എക്സാം ആണ്. ആ എക്സാമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ മൊത്തം 40 MCQs ആയിരിക്കും ഉണ്ടാവുക. ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ജനറൽ ആയിട്ട് ഇംഗ്ലീഷും അതേപോലെ ജനറൽ അവയർനെസ് പോലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അവിടെ മൊത്തം 80 മാർക്കായിരിക്കും. ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. തെറ്റിച്ചാൽ അര മാർക്ക് എന്തും പോകും, നെഗറ്റീവ് ആയിട്ട് പോവുകയും ചെയ്യും. പിന്നെ അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇന്റർവ്യൂ ആണ്. നിങ്ങൾ +2 വരെ പഠിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങളുടെ ഹോബീസ്, അതേപോലെ തന്നെ നിങ്ങളെ പെരുമാറ്റം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കും. അതേപോലെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നോളജ് എത്രയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇന്റർവ്യൂവിലും പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം. മൊത്തം സീറ്റുകളുടെ എണ്ണമാണ്. ഇപ്രാവശ്യത്തെ ബ്രോഷർ വരുമ്പോൾ പുതിയത് അപ്ഡേറ്റ് ചെയ്യുമോ നമുക്ക് നോക്കണം. പക്ഷെ എന്നാലും കഴിഞ്ഞ വർഷത്തിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ 220 ടോട്ടൽ MNS സീറ്റുകളാണ് ഇന്ത്യയിൽ മൊത്തമായി അവൈലബിൾ ആയിട്ടുള്ളത്. അത് എവിടെയൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് ആം ഫോഴ്സ് AFMC പൂനെയിലുണ്ട്, കോളേജ് ഓഫ് നഴ്സിംഗ് AFMC പൂനെയിലുണ്ട്, MUHS മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ യൂണിവേഴ്സിറ്റി അണ്ടറിലാണുള്ളത്. പിന്നെ കോളേജ് ഓഫ് നഴ്സിംഗ് കൊൽക്കത്തയിലുണ്ട്, കോളേജ് ഓഫ് നഴ്സിംഗ് അശ്വിനി മുംബൈയിലുണ്ട്, നെക്സ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ന്യൂഡൽഹിയിലുണ്ട്, കോളേജ് ഓഫ് നഴ്സിംഗ് ലക്നൗ, കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ. ഇത്രയും സ്ഥലങ്ങളിലാണ് ശരിക്കും അവിടെ ശ്രദ്ധിക്കേണ്ടത്. അവിടുത്തെ ടോട്ടൽ ദാറ്റ് ഇസ് സീറ്റുകളും സെപ്പറേറ്റ് ആയിട്ട് ഓരോ കോളേജസിലുള്ള സീറ്റുകളും അവരവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ മറ്റൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇനി ബ്രോഷർ ഔട്ട് ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾ ഇന്ത്യൻ ആർമി വെബ്സൈറ്റിൽ കയറിയാണത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യം പറഞ്ഞിരുന്നു. അവിടെ SC/ST കാൻഡിഡേറ്റ്സ് ഒഴികെയുള്ളവരെല്ലാവരും 200 രൂപ ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്തിട്ടാണ് MNSലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇപ്പോഴും പറയാണ്, നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടില്ല. എന്നാലും MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നൊരു കോഴ്സ് ഉണ്ടെന്നും ആ കോഴ്സിനെ കുറിച്ച് നീറ്റിന്റെ മാതൃക, നീറ്റിന്റെ ബേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻ കേസ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ അപ്ലൈ. അപ്പം മറ്റൊരു കാര്യം ഇവർ പ്രധാനമായിട്ട് പറയുന്നത് ഹൈറ്റ് ക്രൈറ്റീരിയ ആണ്.
ഹൈറ്റ് ക്രൈറ്റീരിയ പറയുന്നുണ്ട്, അതും കൂടെ ശ്രദ്ധിച്ചോണം. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞിട്ട് BSc നഴ്സിംഗിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി വേണമെങ്കിൽ നോർമലി ഒരു മിനിമം 152 സെന്റിമീറ്റർ ഹൈറ്റ് അവിടെ വേണം. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സോ ഹില്ലി റീജിയൻസോ ഉള്ളവർക്കാണെങ്കിൽ ഒരു 147 സെന്റിമീറ്ററിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരു 152 സെന്റിമീറ്റർ മിനിമം ഹൈറ്റ് അവർ പറയുന്നുണ്ട്. സോ ഇന്ത്യൻ ആർമീന്റെ ഇതിൽ സെർവ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ഇതിന് മുമ്പ് നീറ്റ് എക്സാം എഴുതിയിട്ടുമുണ്ട്, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ NCC സ്പോർട്സ് പോലെയുള്ള ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ അഡ്വാൻറ്റേജസ് ആയിട്ട് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇന്റർവ്യൂവിന്റെ സമയത്ത് അവർ കൺസിഡർ ചെയ്യാറുള്ളതാണ്. അതായത് നിങ്ങൾ NCCയിലോ അല്ലെങ്കിൽ സ്പോർട്സ് സ്കൗട്ട് ഗൈഡ്സിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ സ്പോർട്സ് പോലുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പോയിന്റ്സ് അവിടെ ഉണ്ടാവും. അല്ലാത്തവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അപ്പം MNS ഈസ് ഓൾസോ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസ്. സോ താങ്ക് യു സോ മച്ച്. സീ യു.